നമസ്കാരം, എന്നെ മനസ്സിലായോ? 5 വർഷം മുമ്പ് വോട്ട് ചോദിച്ചു നാളല്ലേ? ആ അതെ. ജയിച്ചിട്ട് പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല, ഭൂമിയിൽ ഇല്ലായിരുന്നു. ഓരോരോ തിരക്കുകളല്ലേ മോനെ. മോന്റെ അപ്പൂപ്പനും ഞാനും ഒക്കെ ഒരേ പാർട്ടിക്കാരാ. അപ്പൂപ്പനും ഞാൻ മെനങ്ങാന്നൂടെ കണ്ടതേ ഉള്ളൂ. അപ്പൂപ്പൻ മരിച്ചിട്ട് 3 വർഷമായി. ഇപ്പൊ ഇവിടത്തെ മന്ത്രിസഭയും പഞ്ചായത്തും ഒക്കെ താങ്ങി നിർത്താൻ ഞാൻ വിചാരിക്കണം. 18 വയസ്സ് കഴിഞ്ഞല്ലേ? അപ്പം മോന്റെ ഓട്ടം എന്തായാലും എനിക്കായിരിക്കുമല്ലോ അല്ലേ? തീർച്ചയായും. അല്ല, ഞാൻ ജയിച്ചത് കളിക്കാനൊരു ടർഫ്. പോരാ, ഒരു ഫുൾ മന്തി വേണമെന്ന്. സെറ്റ്. എങ്കിൽ ജയിപ്പിക്കുന്ന കാര്യം ഞാനും ഏറ്റ്. ബ്രോ, ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. ബ്രോയെ കണ്ടാലറിയാം ബ്രോ നമ്മുടെ പാർട്ടിയാണെന്ന്. ഷേട്ടായിരിക്കും വോട്ടില്ല, മേ ബംഗാളി ഹേ. ഒരു വോട്ട് സെറ്റായി. ഏത്, ഈ ബംഗാളിയാ? ആധാർ കാർഡ് മാറ്റാം. എടാ, നിനക്കൊരു രാഷ്ട്രീയ ഭാവി ഞാൻ കാണുന്നുണ്ട്. ഞാനും നീയും ചേർന്ന അമ്മച്ചി, ഇതാണ് നമ്മുടെ സ്ഥാനാർത്ഥി. അയിന് നീ ഏതാ? ചേച്ചി, വോട്ട് നമുക്ക് തന്നെ തരണേ. മറ്റേ പാർട്ടിയിലിരിക്കുന്ന പെണ്ണുമുള്ള ആളത്ര ശരിയല്ല. അവരെ കുറിച്ച് പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഞാനാണ് ഇവിടെ ഇലക്ഷൻ നിൽക്കുന്നത്. എന്താണ് എന്നെ കുറിച്ച് പുറത്തു പറയാൻ കൊള്ളാത്ത കാര്യം? എന്താ ഒരു സൗണ്ട് കേട്ടത്? ഇതാരാ? ഇതാണ് മറ്റേ സ്ഥാനാർത്ഥി, അറിയില്ലേ? ഇപ്പൊ അറിഞ്ഞു. ഈ കൊച്ചു പെണ്ണ ഇലക്ഷൻ നിൽക്കുന്നത്. ഓ, ക്രഷ് അടിച്ച്. ക്രഷ് അടിച്ചതാ നീലി കിടക്കണത്. ആഴമുള്ള നദിയെ ഐസ്ക്രീം ഒക്കെ കൊച്ചിരിക്കല്ലേ? മാമ, ഐസ്ക്രീം അല്ല, കൊരുന്നിടണ മരുന്നാണ്. ഇപ്പൊ ഒരു 4-5 ആടല്ലേ ഉള്ളു. ഞാൻ ജയിക്കുകയാണെങ്കിൽ 20 ആടിനെ അനുവദിച്ചു തന്നേക്കാം. ഇത് എത്ര ലിറ്റർ പാല് തരും? ഇതിന്റെ അകിട് എവിടെ? കർത്താവേ, മിന്നിച്ചേക്കണേ. ബായ്, ഇസ് മുഖം തേക്കോ. ഇതിൽ വോട്ട് തരോ? രമേശ, വൻ ഭൂരിപക്ഷത്തോടെ ഹരിഹരൻ വിജയിച്ചിരിക്കുന്നു. ടർഫിന്റെ പണിയോടെ കണ്ടേ. ഇപ്പൊ ഫണ്ടൊന്നും ഇല്ലടാ മോനെ. 5 വർഷം ഞാൻ ഇതൊന്ന് ആലോചിക്കട്ടെ. ശരിയെന്നാ.